സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വിവാദത്തിലായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തനിക്ക് നൊബേലിന് അർഹതയുണ്ട് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും തനിക്ക് കിട്ടാതിരുന്നാൽ അത് അമേരിക്കയെ അവഹേളിക്കുന്നതാകും എന്ന് പറയുകയും ഒക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബേൽ കൊടുക്കണം എന്ന ആവശ്യമായിട്ട് പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി അടക്കമുള്ള ആളുകൾ നോമിനേഷൻ സമർപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപിന് നൊബേൽ കൊടുക്കുന്നതിന് വേണ്ടി പരോക്ഷമായി രംഗത്തുണ്ടായിരുന്നു എന്നൊക്കെ കേൾക്കുന്നു. അങ്ങനെ അത് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ വിവാദമായിരുന്നു. പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ട്രംപിന് കിട്ടിയില്ല എന്നത് മാത്രമല്ല, കിട്ടിയ ആൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ കൂടുതൽ പരിശോധിക്കപ്പെടുന്ന കാഴ്ചയുണ്ട്. നൊബേൽ സമ്മാനം എപ്പോഴും അതിൻ്റെ രാഷ്ട്രീയം നിലനിർത്തുന്നതാണ് എന്ന് നമുക്ക് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മഹാത്മാഗാന്ധിക്ക് കൊടുക്കാതിരുന്ന നൊബേൽ പുരസ്കാരം ഹെൻറി കിസിഞ്ചർക്ക് വിയറ്റ്നാം യുദ്ധത്തിൻ്റെ പേരിൽ നൽകപ്പെട്ടപ്പോൾ, യാസർ അറാഫത്തിനോടൊപ്പം ഷിമോൻ പെരസിന് നൽകിയപ്പോൾ, ഇങ്ങനെ പല ഘട്ടങ്ങളിൽ അവരുടെ നൊബേൽ പീസ് പ്രൈസ് അതിൻ്റെ രാഷ്ട്രീയം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു സാമ്രാജ്യത്വ കാഴ്ചപ്പാടോടുകൂടി അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഈ നൊബേൽ പീസ് പ്രൈസുകളൊക്കെ തീരുമാനിക്കപ്പെടുന്നതെന്ന വിമർശനം അവിടെ നേരത്തെയുമുണ്ട്. ഇപ്പോൾ മരിയ കൊറീനോ മഷാഡോ എന്ന് പറയുന്ന വെനിസ്വേലയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ നേതാവിന് ഇത് സമ്മാനിക്കുമ്പോൾ ഒരു കാര്യം അതിനു മുമ്പ് പറഞ്ഞു തുടങ്ങാം. വെനിസ്വേലയുടെ പ്രസിഡൻ്റായിരുന്ന ഹ്യൂഗോ ഷാവേസ് ഒരു UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിച്ചത് നമുക്കിപ്പോഴും ഓർമ്മയുണ്ടാവും. ഒരുപക്ഷെ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട, എന്നോടൊപ്പം ഉള്ളത് ദാമോദർ പ്രസാദാണ്, ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, 24 മണിക്കൂർ മുമ്പ് ഇവിടെ ഒരു ചെകുത്താൻ നിന്നിരുന്നു. ആ ചെകുത്താൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു. അതിനെ നിശിതമായി വിമർശിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് ഹ്യൂഗോ ഷാവേസ് UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കുന്നുണ്ട്. 24 മണിക്കൂർ മുമ്പ് ആ വേദിയിൽ പ്രസംഗിച്ചത് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു. അമേരിക്കയുടെ താല്പര്യങ്ങളെ, സാമ്രാജ്യത്വ താല്പര്യങ്ങളെ വലിയ തോതിൽ എതിർത്ത വ്യക്തിയായിരുന്നു ഹ്യൂഗോ ഷാവേസ്, വെനിസ്വേലയുടെ പഴയ പ്രസിഡന്റ്. അതിൻ്റെ തുടർച്ചയിലാണ് ഷാവേസിൻ്റെ പിൻഗാമിയായിട്ടാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് അവിടെ ഉള്ളത്, മദുറോ. ഹ്യൂഗോ ഷാവേസിൻ്റെ രാഷ്ട്രീയത്തിന് എതിരെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ മഷാഡോ രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത്. അന്നു മുതൽ അമേരിക്കൻ പിന്തുണ അവർക്കുണ്ട് എന്ന ആക്ഷേപം നിലനിൽക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ നൊബേൽ സമാധാന പുരസ്കാരത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത്. ദാമോദർ എന്താ തോന്നിയത് സാർ? ഇപ്പോൾ പൊതുവിൽ ഈ ട്രംപിന് കൊടുക്കാതിരുന്നത് ഇതിൻ്റെ പേരിൽ മഷാഡോയ്ക്ക് കൊടുത്തതിനെ അഭിനന്ദിക്കുന്ന ഒരുപാട് ആളുകളെ കണ്ടു. അതെ, ആദ്യഘട്ടത്തിൽ ഇവർക്ക് ട്രംപിന് കിട്ടില്ല എന്നുള്ള പേരിൽ മഷാഡോന് പിന്തുണ ഒരുപാട് പേര്, ഇടതുപക്ഷ ഹാൻഡിലുകൾ പോലും ആ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ പിന്നീടാണ് അവരുടെ യഥാർത്ഥ സ്വഭാവത്തിലേക്കും അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ എന്താണ് വ്യക്തമായത്. രസകരമായിട്ടുള്ള കാര്യം, ട്രംപ് ഇപ്പോഴും അംഗീകരിച്ചില്ല. ട്രംപ് ഇന്നലെ തന്നെ പ്രസ്ഥാനം ഇറക്കിയിട്ടുണ്ട്, ട്രംപിൻ്റെ ഓഫീസ് പ്രസ്ഥാനം ഇറക്കിയിട്ടുണ്ട്. ഈ നൊബേൽ സമ്മാനം അനർഹയായ ഒരാളുടെ കയ്യിലാണ് പോയിട്ടുള്ളത്. താൻ മാത്രമാണ് ഇതിന് അർഹ, ഈ കാലഘട്ടത്തിൽ താൻ മാത്രമാണ് ഇതിന് അർഹൻ, തനിക്കായിരുന്നു തരേണ്ടത് എന്ന കാര്യം ട്രംപ് ഒരു സംശയലേശം തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ട്രംപ് അതിനുവേണ്ടി നിലകൊള്ളാണ്. തന്നിലേക്ക് പിടിച്ചു വാങ്ങുന്നത് തന്നെയാണ് ട്രംപിൻ്റെ നിലപാട്. ആ കാര്യത്തിൽ അയാൾ പറയുന്ന കാര്യം ഏഴോളം യുദ്ധ സാഹചര്യം ഒഴിവാക്കിയെന്നാണ്. അതിൽ ആ യുദ്ധ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സാഹചര്യം ഒഴിവാക്കിയും ഉൾപ്പെടും. അതില്ല എന്നാണ് നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവർത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ US ഇടപെടലിൽ ട്രംപിൻ്റെ ഇടപെടില്ല എന്നുള്ളതാണ്. നരേന്ദ്രമോദി അടുത്ത സുഹൃത്തായിട്ട് പോലും ഈ താരിഫ് ഏർപ്പെടുത്തിയ സമയത്ത് പോലും ഈ ഘട്ടത്തിൽ താരിഫ് ഏർപ്പെടുത്താനുള്ള കാരണമായി ട്രംപ് തന്നെ പറയുന്നത് തന്നെ വേണ്ട പോലെ വില വെച്ചില്ല, തൻ്റെ നൊബേൽ സമ്മാനത്തിന് ഇന്ത്യ കൂട്ടുന്നില്ല പാകിസ്ഥാൻ എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സാഹചര്യം ഒഴിവാക്കിയെന്ന് ട്രംപിൻ്റെ അവകാശവാദമാണ്. ആ ഒരു തമാശ നമ്മൾ ആലോചിക്കായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രംപിനെങ്ങാനും നൊബേൽ സമ്മാനം കിട്ടുമായിരുന്നെങ്കിൽ ഈ അവകാശവാദം അതിൻ്റെ അകത്ത് അവർ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ത്യ എന്ത് പ്രതികരിക്കുമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും കൗതുകമായിട്ടുള്ള കാര്യമുണ്ടാകുന്നത്. പക്ഷേ നരേന്ദ്രമോദിയുടെ മഹാഭാഗ്യം വിചാരിക്കാം, അങ്ങനെ ഒരു അവസരം ഉണ്ടായില്ല. പ്രധാനപ്പെട്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്രംപ് അവകാശം ഉന്നയിക്കുമ്പോഴും മറിയ കൊറീനോ മഷാഡോ ഇന്നലെ ഈ നൊബേൽ സമ്മാനം തനിക്കാണ് ലഭിച്ചതിന് ശേഷം ഇട്ട ആദ്യത്തെ എക്സ് പോസ്റ്റിൽ ട്രംപിനാണ് സമർപ്പിക്കുന്നത്. ട്രംപിന് വേണ്ടി നിലകൊള്ളുന്നു, ട്രംപാണ് തൻ്റെ ആദർശധീരനായിട്ട് രാഷ്ട്രീയക്കാരെന്ന് അവർ പറയുന്നുണ്ട്. അവർ എക്സ് എന്ന് ലോകം പ്രചരിപ്പിക്കുന്നതാണ്. അവരെ ലോകത്ത് മുഴുവൻ പല സ്ഥലത്ത് അവൈലബിളാണ് അവർ എക്സ് കമൻറ്റ്. അവർ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. അതിൽ ട്രംപിനാണ് അവരുടെ ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ട്രംപ് പ്രതിദാനം ചെയ്യുന്ന, യൂറോപ്പിൽ നിന്ന് ട്രംപ് പ്രതിദാനം ചെയ്യുന്ന, അമേരിക്കയിലും പടിഞ്ഞാറ് രാജ്യങ്ങളും ട്രംപ് പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൻ്റെ വെനിസ്വേലന് മുഖമാണ് മഷാഡോ. അല്ല, അവിടെ പ്രതിപക്ഷം എന്ന് ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒരു താരതമ്യം സാധ്യമാണെങ്കിൽ തോന്നുന്നു. ജ്യോതി ബാസു ബംഗാൾ ഭരിച്ച കാലത്ത് ആണ് മമതാ ബാനർജിയുടെ ഉയർച്ച, യൂത്ത് കോൺഗ്രസ് നേതാവിലേക്ക്.
ആ കാലത്ത് ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ മുഖമായിട്ടാണ് അന്നത്തെ വലതുപക്ഷ മാധ്യമങ്ങളും എല്ലാം തന്നെ മമതാ ബാനർജിയുടെ മമതാ ദീദിയുടെ പ്രയോഗം തന്നെ വരുന്ന ആ ഘട്ടത്തിലാണ്. നമുക്കിന്നറിയാം, ഇന്ന് മമതാ ദീദി നരേന്ദ്രമോദിക്കെതിരെ ശക്തമായിട്ട് നിലകൊള്ളുമ്പോൾ പല ദേശീയ മാധ്യമങ്ങളും മമതയുടെ യാതൊരു വാർത്ത കൊടുക്കുന്നില്ല. ഇന്ന് അവരേതാണ്ട് ആ നിലയ്ക്ക് സൈഡിലേക്ക് പെട്ടാ കാര്യം അവർ സ്വയം വാർത്തയാവുന്നുണ്ടെങ്കിൽ കൂടി പ്രമുഖ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് അവരെക്കുറിച്ച് വളരെ മോശം ചിത്രീകരിക്കുന്നത്, പ്രത്യേക ദൃശ്യമാധ്യമങ്ങൾ. പക്ഷെ അതായിരുന്നില്ല ഒരു കാലത്ത്. അതേപോലെ വെനിസ്വേലയിൽ അവിടെ നിലനിൽക്കുന്ന ഒരു ഇടതുപക്ഷ ചായ്വുള്ള ഗവൺമെൻറ്, ഇപ്പോൾ മധുരൻ്റെ ഗവൺമെൻറ് ഏകാധിപത്യ സ്വഭാവമുള്ള ഗവൺമെൻറ്റാണെന്ന് പലരും പറയുന്നുണ്ട്. അതിൻ്റെ ഏകാധിപത്യ പ്രവണതകൾ, അദ്ദേഹം ഈ ഡിസൻറ്റുകളൊക്കെ അടിച്ചമർത്തൊരു പ്രവണത അവിടെയുണ്ട്. പക്ഷേ ഷാവേസ് അതായിരുന്നില്ല. ഷാവേസിൻ്റെ കാലത്ത് ഈ ഷാവേസിനെ കുറിച്ച് ഏകാധിപത്യ പ്രവണത പറയുമ്പോഴും ഷാവേസ് വളരെ പോപ്പുലിസ്റ്റ് നേതാവായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഷാവേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമതും ദക്ഷിണ രാജ്യങ്ങൾക്ക് വേണ്ടി ആദ്യത്തെ ശബ്ദം ഉയർത്തുന്ന നേതാവ്. കാര്യം സൗത്ത് ആൾസോ എക്സിസ്റ്റ് ആണ് ഈ പറഞ്ഞ രാജീവ് പറഞ്ഞ പ്രഭാഷണം, അതിൻ്റെ പുസ്തകം ഇറങ്ങുന്നത് സൗത്ത് ആൾസോ എക്സിസ്റ്റ് എന്നുകൊണ്ടാണ്. ദക്ഷിണ രാജ്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടൊരു പ്രധാനപ്പെട്ട നേതാവാണ്. മാത്രമല്ല ഈ വെനിസ്വേല വലിയൊരു ഓയിൽ റിച്ച് കൺട്രിയാണ്. ആ എണ്ണ വളരെ ഖനികൾ മുഴുവൻ നിയന്ത്രിച്ചിരുന്ന അമേരിക്കൻ കോർപ്പറേറ്റുകളാണ്. ഇത് മുഴുവൻ ദേശസാൽക്കരിച്ചതാണ് അമേരിക്കയായിട്ടുള്ള പ്രശ്നത്തിന് ആദ്യത്തെ കാരണം. ഷാവേസിമോ എന്ന രാഷ്ട്രീയം തന്നെ അതാണ്. പഴയ പരമ്പരാഗത സോഷ്യലിസ്റ്റ് രാഷ്ട്രീയമാണ്. പരമ്പരാഗത സോഷ്യലിസ്റ്റ് രാഷ്ട്രീയമാണ് അതെല്ലാം ദേശസാൽക്കരിക്കണം അതായത് പൊതുസ്വത്തുകൾ പൊതുവായിട്ടുള്ളെല്ലാതും ദേശസാൽക്കരിച്ചുകൊണ്ട് ഭരണകൂടത്തിൻ്റെ ഓണർഷിപ്പിലാണെന്നുള്ള നിലപാടാണ് ഷാവേസിനുണ്ടായിരുന്നത്. അതാണ് ഷാവേസിമോൻ്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയ തുടർച്ചയാണ് മധുരയിലും പ്രകടമാകുന്നത്. അതിനെതിരെ സ്വകാര്യ മുതലാളിത്തവും സ്വകാര്യ മൂലധനത്തിനും പങ്കുണ്ടെന്നും ഇതൊന്നും പൊതുമേഖലവൽക്കരിക്കേണ്ടതല്ലെന്നും ദേശസാൽക്കരിക്കേണ്ടതല്ലെന്ന നിലപാടാണ് മഷാഡോവിനുള്ളത്. അവരതിനുവേണ്ടി അവർ ലിബറൽ രാഷ്ട്രീയവും മുതലാളിത്ത അനുകൂല രാഷ്ട്രീയമാണ് അവരുടെ പ്രകടിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, യൂറോപ്പിലെ തീവ്രവലവ രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം തന്നെ ഇസ്രയേലിന് അനുകൂല നിലപാടുള്ളവരാണ്. അതായത് ഇവർക്ക് സമാധാനം അനുകൂല നിലപാട് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ബെഞ്ചമിന്റെ തന്നെ അനുകൂല നിലപാടുള്ളതാണെന്നുള്ളതാണ്. അതെ, വളരെ കൃത്യ സയനിസ്റ്റ് അനുകൂല നിലപാടാണ് അവർ. മാത്രമല്ല, ഈ പാലസ്റ്റീനെതിരെ ഗസയിൽ അധിനിവേശം നടക്കുമ്പോൾ അവിടെ കുഞ്ഞുങ്ങളടക്കം കൂട്ടക്കുരുതിക്ക് വിധേയ സമയത്ത് അതിനെതിരെ പ്രതികരിക്കാത്ത പ്രധാനപ്പെട്ട ഒരാളാണ്. പക്ഷെ അങ്ങനെ ആലോചിക്കുമ്പോൾ രാജീവ് കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ ഇതൊരു എന്താ പറയുക, പോരാട്ടത്തിൻ്റെ മുഖമായിട്ട് നോബൽ സമ്മാനം കണ്ടെത്തിയാണ് മലാലുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് പറയട്ടെ, എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന മലാല ഈ പലസ്തീനിൽ ഗസയിൽ ചെയ്യപ്പെട്ട ഒരു കുഞ്ഞിന് വേണ്ടി ശബ്ദം ഉയർത്തിയിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഒരു ശബ്ദം ഉയർത്തി കേട്ടില്ല. ലോകത്തെ എല്ലാ കുഞ്ഞുങ്ങളുടെയും സങ്കടം ഉയർത്തുന്ന ശരിയായ വണ്ണം നമ്മൾ അംഗീകരിക്കുന്നു. മലാല ഉയർത്തുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ഗസയിൽ കൊലയപ്പെടുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് മലാല ശബ്ദം ഉയർത്തി നമ്മൾ ഇവിടെയും കണ്ടില്ല. ഇത് നോബൽ സമ്മാനം. അപ്പോൾ ഈ പടിഞ്ഞാറിനൊരു കാഴ്ചപ്പാടുണ്ട് ഇതര സമൂഹത്തെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച്, മുസ്ലിം ജനസമൂഹത്തെക്കുറിച്ച്, അറബ് രാഷ്ട്രങ്ങളെക്കുറിച്ച്. അതെപ്പോഴൊക്കെ ഒരു സങ്കീർണ്ണ സ്ഥിരത്തോ അപ്പോഴൊക്കെ പ്രകടിപ്പിക്കും. മാത്രമല്ല, കാലങ്ങളായിട്ട് നോബൽ സമ്മാനത്തിന് പൊതു സ്വഭാവം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിരുന്നു. പിന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന ലോകത്തൊരു ഭീഷണിയല്ല, മുതലാളിത്ത രാജ്യങ്ങൾക്കും സാമ്രാജ്യത്തിനും വലിയ ഭീഷണിയല്ലാത്തതുകൊണ്ട് ആ നിലപാടിൽ നിന്ന് കുറച്ച് വെള്ളം ചേർത്ത് അവർ മറ്റു തരത്തിലുള്ള, അതായത് ഈ സോഷ്യലിസ്റ്റോട് ചായ്വുള്ള അല്ലെങ്കിൽ അമേരിക്കൻ കോർപ്പറേറ്റ് മുതലാളിത്തത്തോട് എതിർക്കുന്നവരെ പ്രോത്സാഹിക്കുന്ന പ്രവണത ഈ പൊതുവിലുണ്ട്. ആ നിലയിൽ എനിക്കൊരു സ്വയം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഒരർത്ഥത്തിൽ ഈയിടെ സാഹിത്യ നോബൽ സമ്മാനത്തിലും അദ്ദേഹം വലിയ എഴുത്തുകാരനായിരിക്കെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പശ്ചാത്തലമുള്ള ഒരാളാണ് ഹംഗറിയിൽ. ആ നിഴലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അതിൻ്റെയൊക്കെ നോക്കണം. അദ്ദേഹം ഫാഷിസ്റ്റ് വിരുദ്ധ സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ നാസി വിരുദ്ധ ഇതിൻ്റെ അകത്തുണ്ടെന്ന് പറയുമ്പോഴും അടിസ്ഥാനമായിട്ട് ആ ബെല്ലാത്താറിൻ്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം തന്നെയാണ് ഈ പ്രതിഫലിപ്പിക്കുന്ന ഒരാളാണ് ക്രോസങ്കായ്. അപ്പോൾ ആ നിലയിലെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഒരു പടിഞ്ഞാറിൻ്റെ രാഷ്ട്രീയം എല്ലാ കാലങ്ങളിലും നോബൽ സമ്മാനം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സാർത്തർ മാത്രമാണ് ഇതിനെ ധിക്കരിക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ളൂ. ഇത് നമ്മൾ കാണുന്നൊരു കാര്യമാണ്. പടിഞ്ഞാറിൻ്റെ താല്പര്യങ്ങൾ നോബൽ സമ്മാനത്തിൽ പലപ്പോഴും വരാറുണ്ട്. പടിഞ്ഞാറിൻ്റെ താല്പര്യം ഇപ്പോഴും ട്രംപിന് അനുകൂലമല്ല എന്നുള്ള പലരും. കാരണം പടിഞ്ഞാറിൻ്റെ ചില ലിബറൽ സങ്കല്പങ്ങളുണ്ട്, അതിൽ ട്രംപ് ഇപ്പോഴും ഫിറ്റായിട്ടില്ല. മഷാഡോ ഫിറ്റാവും. കാര്യം മഷാഡോ മുതലാളിത്തത്തിന് വേണ്ടി നിൽക്കുന്നു, ലിബറൽ മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു. അങ്ങനെയുള്ള കുറേ നിലപാടുകളാണ് മഷാഡോ പിന്തുണയ്ക്കുന്നത്. കാര്യം സ്വകാര്യ മൂലധനത്തിൽ നിൽക്കുന്നു. ട്രംപ് അതല്ല പ്രധാനം. ട്രംപ് പ്രധാനം ചെയ്യുന്ന അത്ര ഒരു രാഷ്ട്രീയമല്ല, കുറച്ചും കൂടി വേറെ തരത്തിലുള്ള ഒരു ലിബറൽ വിരുദ്ധ, അല്ലെങ്കിൽ ലിബറൽ വിരുദ്ധ വെച്ചിട്ടുണ്ടെങ്കിൽ ജനാധിപത്യത്തിന് അനുകൂലമല്ല, പക്ഷേ വേറൊരു വലതുപക്ഷ സ്വഭാവമാണ്. അത് പടിഞ്ഞാറൻ ബുദ്ധികൾക്ക് ഇപ്പോൾ ഉൾക്കൊള്ളാനായിട്ടില്ല. ആ പടിഞ്ഞാറൻ ബുദ്ധികളുടെ ഒരു സ്റ്റീരിയോ ടൈപ്പ് കാഴ്ചപ്പാടിൻ്റെ അകത്ത് ട്രംപ് ഇപ്പോഴും ഫിറ്റ് ആവുന്നില്ല. കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പ്രാവശ്യവും നോബൽ സമ്മാനം കൊടുക്കാറുന്നത്. ഒബാമ ഇതിന് ഫിറ്റായിരുന്നു. ഒബാമ എന്തൊക്കെ നമ്മൾ പറയുമ്പോഴും നവലിബറൽ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വേണ്ടി നിലകൊണ്ട ആളാണ്. അഫ്ഗാനിസ്ഥാനിലും ഒക്കെ തന്നെ അധിനിവേശം നടത്തുന്നതിനെ പിന്തുണച്ച ഒരാളാണ്. സമയത്ത് പിന്മാറാൻ തീരുമാനത്തിന് പിന്തുണച്ച ആളാണ്. അതുപോലെ അബോത്താബാദിൽ പോയിട്ട് കണക്ക് തീർക്കാൻ നിലയിൽ സംവിധാനിൽ അവിടെ പോയി പിടിച്ച ഒരാളാണ്. അപ്പോൾ ആ നിലയിൽ പടിഞ്ഞാറിൻ്റെ ഒരു ഹീറോ ആണ്.
നമ്മൾ കാണുന്ന ഒരു ലിബറൽ ഒബാമയല്ല അവർ കാണുന്നത്, അല്ലെങ്കിൽ ഒരു മതസഹിഷ്ണുതയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ഒബാമയുടെ വേറെ ചിത്രമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു എന്താ പറയുക അമേരിക്കയിലെ ഒരു ആഫ്രോ അമേരിക്കൻ പശ്ചാത്തലം വന്നൊരു നേതാവിൻ്റെ ചിത്രമുണ്ട്. അതാണ് നമ്മളൊക്കെ സ്വീകരിക്കും. പക്ഷേ പടിഞ്ഞാറിൽ അതല്ല. അതെ അതെ, അതല്ല പടിഞ്ഞാറിൻ്റെ സംഘം. പടിഞ്ഞാറ് സംഘം അവരുടെ ലിബറൽ രാഷ്ട്രീയത്തിന്, ആ ലിബറൽ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്, സ്വകാര്യ മൂലധനത്തിന് അനുകൂലമാണ്, സാമ്രാജ്യ നയങ്ങൾക്ക് അനുകൂലമാണ്. അത് ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ, അറബ് രാഷ്ട്രങ്ങളെ കാണുന്നൊരു കാഴ്ചയുണ്ട്. ഇതിനൊക്കെ പ്രധാനം ചെയ്യുന്ന ആളാണ് ബറാക്ക് ഒബാമ. അതുകൊണ്ടാണ് ബറാക്ക് ഒബാമയ്ക്ക് നോബൽ സമ്മാനം കൊടുത്തത്. ഇപ്പോഴും ട്രംപ് അതിൽ ഫിറ്റാവുന്നില്ല. ട്രംപ് നെതന്യാഹുവിനോടും സയനിസ്റ്റോടും അദ്ദേഹത്തിൻ്റെ കൂറ് പുലർത്തുമ്പോഴും ട്രംപിൻ്റെ പൊളിറ്റിക്സ് ഇപ്പോഴും അതിൽ നിന്ന് വേറെ തരത്തിലൊക്കെ വേവറി നിൽക്കുന്ന രാഷ്ട്രീയമാണ് എന്ന് പറയുമ്പോൾ ഇതിനെതിരാന്നല്ല. പക്ഷേ ആ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം മുസ്ലിം വിരുദ്ധമാണ്, ഇസ്ലാം വിരുദ്ധമാണ്, അത് യൂറോപ്പിലെ കുടിയേറ്റ വിരുദ്ധമാണ്. പക്ഷേ അത് വല്ലാത്ത രീതിയിൽ ദേശീയ അത് ലിബറൽ ബുദ്ധിജീവികൾക്ക് ആ കാപട്യം കാണിക്കണമെന്ന്. കാര്യം ഞങ്ങൾ ലിബറലാന്ന് അവതരിപ്പിക്കും വേണം. ഞങ്ങൾ പടിഞ്ഞാറിന് സ്വഭാവം ഉണ്ടല്ലോ, ഒരു ഭാഗത്ത് യൂറോപ്പിന് ആ സ്വഭാവമുണ്ട്. ലിബറലാന്ന് ഒരു വേഷം ഇടും വേണം. അതേസമയം ഉള്ളിൽ ട്രംപിനെ പോലുള്ളവർ തന്നെയാണ്. പക്ഷേ ട്രംപിന് ആ മുഖംമൂടിയില്ല. ട്രംപ് എന്താണോ തീവ്ര വലതുപക്ഷം രാഷ്ട്രീയം, ഒരു ലിബറൽ കാഴ്ചപ്പാടിന് മുഖംമൂടിയില്ല ട്രംപ് നേരിട്ട് അവതരിപ്പിക്കും. പക്ഷേ തൊട്ടു മുമ്പ് ജോർജ് ബുഷനും അതുപോലെ തന്നെ ഒബാമയ്ക്കും അത് എങ്ങനെ അവതരിപ്പിക്കണം എന്നറിയാം. ലിബറൽ മുഖംമൂടി ഇട്ടുകൊണ്ട് ഏറ്റവും സാമ്രാജ്യത്വ രാഷ്ട്രീയം അവതരിപ്പിക്കാൻ അറിയുന്നു. ട്രംപിന് ആ മുഖംമൂടിയില്ല. അതാണ് ആ മുഖംമൂടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ട്രംപിനെ നേരെ ചൊവ്വെ കാണാൻ പറ്റുന്നത്. അത് പടിഞ്ഞാറിൻ്റെ ബുദ്ധിജീവികൾക്ക് ഇപ്പോഴും പ്രശ്നമാണ്. അതുകൊണ്ടാണ് ട്രംപ് കുറച്ചൊക്കെ അവരുടെ ഈ സൊഫസ്റ്റിക്കേഷനിലേക്ക്, അവരുടെ ഈ കോസ്മെറ്റിക് സൊഫസ്റ്റിക്കേഷനിലേക്ക് ട്രംപ് എന്ന് മാറുന്നു, അന്ന് തീർച്ചയായും ട്രംപിന് അവർ നോബൽ സമ്മാനം, അതിനൊരു സമ്മാനം ഉണ്ടെങ്കിൽ അത് കൊടുക്കും. ഇപ്പോഴത്തെ നൊബേൽ സമ്മാനത്തിൻ്റെ കാര്യത്തിൽ ട്രംപിന് നിരാശ ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹം അത് പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ 7 വാർ സിറ്റുവേഷൻസ് അദ്ദേഹം സോൾവ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹത്തിന് നിരാശയുണ്ട്. പക്ഷേ ട്രംപിന് കൊടുത്തില്ലെങ്കിലും ഏതാണ്ട് ട്രംപിൻ്റെ ഐഡിയോളജിയോട് ചേർന്ന് നിൽക്കുന്ന വേറൊരാൾക്ക് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങൾ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതാണ് എന്ന മെസ്സേജ് അത് ക്യാരി ചെയ്യല്ലേ ഈ നോബൽ കമ്മിറ്റി? സംശയം എന്താണ്? നോബൽ സമ്മാനം ഈ കാര്യത്തിൽ നിലയെടുത്ത് വളരെ കൃത്യമാണ്. ഈ ഗസയിൽ അധിനിവേശം നടന്ന സമയത്ത് പടിഞ്ഞാറൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇത് അധിനിവേശമാണെന്ന് പല രാജ്യങ്ങളും അംഗീകരിക്കാൻ തയ്യാറായി. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അംഗീകരിച്ചു. അതുപോലെ ഈ നിർബന്ധ കാര്യം ഗസയിൽ നിന്ന് ഇവർക്ക് ഒരു കാലത്തും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒഴിച്ച്, സയനിസ്റ്റുകൾക്ക് ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് അവിടെ നടക്കുന്ന കൂട്ടക്കൊല കണ്ണിലടിക്കാൻ പറ്റുന്ന സ്ഥിതി എത്തിക്കഴിഞ്ഞു. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഒക്ടോബർ 7 യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ആദ്യത്തെ ഒരു വർഷമൊന്നും നിശബ്ദമായിരുന്നു. മാത്രമല്ല സയനിസ്റ്റുകൾക്കെല്ലാം പിന്തുണ വന്ന് ഹമാസിനെ ഭീകരന്മാരെ ചിത്രീകരിച്ചുകൊണ്ട് പടിഞ്ഞാറ് രാജ്യങ്ങൾ മുഴുവൻ നെതന്യാഹുവിന് വൻ പിന്തുണ കൊടുത്ത് ബെൻ ഗവീർ എന്ന് വിളിക്കുന്നവരുടെ ഏറ്റവും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയക്കാരൻ പ്രതിരോധ മന്ത്രിക്കും വലിയ തോതിലുള്ള സ്വീകാര്യതയാണ് പടിഞ്ഞാറ് രാഷ്ട്രം കൊടുത്തത്. പക്ഷേ ആ ഘട്ടം 2 വർഷം കഴിയുമ്പോഴേക്കും സയനിസ്റ്റുകൾ പരിപൂർണ്ണ അധിനിവേശത്തിലേക്ക് കടക്കുകയും വംശഹത്യ എന്ന് ലോകത്തിന് അംഗീകരിക്കുക സ്ഥിതിയെത്തി. അതുമാത്രമല്ല വലിയ പല രാജ്യങ്ങളിലും പ്രതിഷേധം ഉയർന്നു വന്നു. ചൈന പ്രതിഷേധം മുൻപന്തിയിലുണ്ടായി. ലാറ്റിൻ അമേരിക്കൻ നടക്കുന്ന ഓരോ ചലനങ്ങളും അമേരിക്കൻ പ്രധാനപ്പെട്ട കാര്യമാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ് ഏറ്റവും ശക്തമായിട്ട് ഈ ഇസ്രായേലിന് അനുകൂലമായ എതിരായിട്ടുള്ള വിച്ഛേദിച്ചു. ശക്തമായ നിലപാട് വരുന്നു. മാത്രമല്ല വാർ ക്രിമിനലിലേക്ക്, യുദ്ധക്കുറ്റവാളികളിലേക്ക് നെതന്യാഹുവിനെ വിചാരണ ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തി. യൂറോപ്യൻ രാഷ്ട്രങ്ങളെപ്പോലും നെതന്യാഹു പേടിക്കുന്ന ഘട്ടത്തിലെത്തി. ഈ നിലയിൽ എത്തുമ്പോഴാണ് ട്രംപ് മധ്യസ്ഥമായിട്ട് വരുന്നത്, ട്രംപിൻ്റെ മധ്യസ്ഥ നിലപാട് വരുന്നത്. അതുപോലെ റഷ്യൻ ഉക്രൈൻ പ്രശ്നത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഈ പുടിനായിട്ട് ട്രംപിൻ്റെ നേരത്തെയുള്ള ബന്ധത്തെക്കുറിച്ച് തന്നെ അറിയാം. കാര്യം ഹിലാരി ക്ലിൻ്റൺ മത്സരിക്കുന്ന സമയത്ത് തന്നെ പുടിനെ ട്രംപിനെ പിന്തുണച്ചു. അങ്ങനെ ഹാക്ക് ചെയ്താളുണ്ട്. ഇത് തന്നെ ഉക്രൈനിയൻ പ്രസിഡന്റിനോട് ട്രംപിൻ്റെ JD വാൻസിനും വലിയ താല്പര്യം നമ്മൾ കണ്ടതാണ്, പരസ്യമായിട്ട് അധിക്ഷേപിക്കുന്ന കണ്ടതാണ് യുക്രൈൻ പ്രസിഡന്റിനെ. അപ്പോൾ അതേസമയം റഷ്യയുടെ ഒരു അപ്രമാദത്തിൽ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ട്രംപിന് മാത്രമല്ല, ട്രംപ് ഇപ്പോഴും അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഭാഗമാണ്. ആ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇപ്പോഴും റഷ്യ നേരിടുന്ന ഒരു അപ്രമാദത്തെക്കുറിച്ച് സംശയമുണ്ട്. കാര്യം റഷ്യയുടെ പല നയതന്ത്ര ബന്ധങ്ങൾ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ ബന്ധം, ചൈനയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ആശങ്കാകുലരാണ്. കാര്യം പഴയ സോവിയറ്റ് യൂണിയൻ്റെ പ്രശ്നമില്ലെങ്കിലും റഷ്യ വീണ്ടും ഒരു ആധിപത്യത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഈ തവലോക്രമം വീണ്ടും മാറാൻ നടത്താം. കാര്യം റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ ബ്രസീലെ കൂടി അലൈൻ ചെയ്താൽ അത് അമേരിക്കന് പിടിച്ചെടുക്കാൻ സ്ഥിതിയെത്തും. ഇതിനെക്കുറിച്ച് ട്രംപിനേക്കാൾ ആശങ്ക അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ്. അമേരിക്കയുടെ നയതന്ത്രത്തിൻ്റെയും അമേരിക്കയുടെ വ്യാപാരത്തിൻ്റെ അമേരിക്കയുടെ സാമ്രാജ്യത്തിൻ്റെ അനിവാര്യതയും മാറി. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ യുദ്ധം തുടങ്ങിയത് ജോ ബൈഡൻ്റെ ആശീർവാദത്തിൽ തന്നെയാണ്. നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമായി യുക്രൈൻ നിലനിൽക്കാൻ തുടങ്ങുന്നതാണ് പുടിനെ പ്രകോപിപ്പിച്ചത്. അതാണ് ആ യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള കാരണം. അപ്പോൾ ഈ നാറ്റോവിനെതിരെ നിലപാടായിരുന്നു റഷ്യയുടെ നിലപാട്. അത് പഴയ സോവിയറ്റ് നിലപാട് തന്നെയാണ് പുടിൻ അത് പ്രധാനം ചെയ്തത്. പുടിൻ്റെ ഏകാധിപത്യ പ്രവണതകളൊക്കെ നിലനിൽക്കെ തന്നെ പുടിൻ സ്വീകരിച്ച നിലപാട് അതായിരുന്നു.
അതിൽ നിന്ന് അപ്പോൾ ഈ പടിഞ്ഞാറ് ഇതിനെക്കുറിച്ചൊക്കെ പടിഞ്ഞാറിൻ്റെ കാഴ്ചപ്പാട് ഇതൊക്കെ തന്നെയാണ്. പടിഞ്ഞാറ് ഉക്രൈനെയാണ് പിന്തുണച്ചത്. എല്ലാ കാലത്തും പടിഞ്ഞാറ് രാജ്യം ഉക്രൈനെയാണ് പിന്തുണച്ച കാര്യം അവരെ സംബന്ധിച്ച് അവരുടെ വംശീയത റഷ്യക്കാരോട്, റഷ്യ ഏറെക്കുറെ ഏഷ്യയോട് ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ്. ഉക്രൈനാണ് യൂറോപ്പിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യം. അവരുടെ വംശീയ ദേശീയതയ്ക്ക് യുക്രൈനോടാണ് താല്പര്യം. അതുകൊണ്ട് യുക്രൈനെ പിന്തുണച്ചാണ് അമേരിക്ക, യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളെല്ലാം തന്നെ. ആ ഒരു സ്ഥിതിയിൽ ഈ ലോകക്രമത്തിൽ വരുന്ന ചില മാറ്റങ്ങൾ, ആ ദിശാസൂചകമായ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ചൈനയുടെ ഒരു ഉയർച്ച, ബ്രസീലുമായിട്ട് ഉയർച്ച, ഇന്ത്യയും ചൈനയും തമ്മിൽ എത്തിച്ചേരാൻ സാധ്യതയുള്ളൊരു ബന്ധം, ഇതൊക്കെ തന്നെ വലിയ പ്രശ്നം. അപ്പോൾ പടിഞ്ഞാറ് അവർ ആശങ്കകളാണ് അവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നുള്ളത്. അതിൻ്റെ പശ്ചാത്തലമാണ് ഇത്തരം ആൾക്കാർ ട്രംപിന് ബദലായിട്ട് ട്രംപിനോളം വരാത്ത എന്നാൽ ഈ ലിബറൽ സാമ്രാജ്യത്വ സയനിസ്റ്റ് അനുകൂല രാഷ്ട്രീയത്തെ പ്രദാനം ചെയ്യുന്നവരൊക്കെ നോബൽ സമ്മാനം ആദരിക്കും. ആ ആദരവാണ് മെഷാഡോന് കിട്ടിയത്. നമ്മളതിനെക്കുറിച്ച് മെഷാഡോന് കിട്ടിയതൊരു വലിയ സംഭവമായിട്ട് കാണാൻ കാര്യം യഥാർത്ഥ മെഷാഡോ എന്താണെന്ന് കാര്യം ഇസ്രായേലിന് വേണ്ടി നിലകൊള്ളുകയും സയനിസ്റ്റ് രാഷ്ട്രീയം വേണ്ടി നിലകൊള്ളുകയും ചെയ്ത ഒരാളാണവർ. അവരുടെ രാഷ്ട്രീയം മുതലാളിത്ത അനുകൂലമായിട്ടുള്ള സോഷ്യലിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമാണ്. അവർ പ്രധാനം ചെയ്താണ് മാർഗരറ്റ് താച്ചറൊക്കെ പ്രധാനം ചെയ്തു. മാർഗരറ്റ് താച്ചറുടെയൊക്കെ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവമുള്ളതാണ്. അവർ അയൺ ലേഡിയാണ് വിളിക്കുന്നത്. മാർഗരറ്റ് താച്ചർ വിളിച്ച പേരാണത്. അതിലൊരു കൗതുകം എനിക്ക് തോന്നുന്നത് ഇന്നലെ നൊബേൽ അവാർഡ് നിർണയ കമ്മിറ്റിയുടെ വാർത്താക്കുറിപ്പിൽ ജനാധിപത്യത്തിന് വേണ്ടി അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ അടിച്ചമർത്തുമ്പോൾ അതിനെതിരെ നിലകൊള്ളുന്നതിന് വേണ്ടി ഏകാധിപത്യത്തിനെതിരെ ഇങ്ങനെ മഷാഡോ ഈ കഴിഞ്ഞ ഒരു 20 കൊല്ലത്തിനിടെ വലിയ തോതിലുള്ള ആശയാധിഷ്ഠിതമായ ഒരു പോരാട്ടം നയിച്ചു എന്നുള്ളതാണ് കമ്മിറ്റിയുടെ വാർത്താക്കുറിപ്പിലുള്ളത്. അങ്ങനെ പോരാട്ടം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഏത് വിധത്തിലാണ് ഒരു സയനിസ്റ്റായ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പിന്തുണയ്ക്കാൻ പറ്റുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് അവാർഡ് നിർണയ കമ്മിറ്റിക്ക് ഒറ്റ നോട്ടത്തിൽ മുമ്പിൽ വരുന്നൊരു ചോദ്യമാണ്. അവരുടെ മുമ്പിലേക്ക് പെട്ടെന്ന്, അല്ലെങ്കിൽ ഗസയിൽ നടന്ന ഈ 2 വർഷം നീണ്ട ഈ നരനായാട്ടിൻ്റെ കാര്യത്തിൽ ഒരു വാചകം പോലും പറയാതിരിക്കാൻ എങ്ങനെ സാധിക്കും? ഇതുപോലെ ജനാധിപത്യത്തിന് വേണ്ടി, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, അഭിപ്രായ സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്നതിനെതിരായ പോരാട്ടത്തിലൊക്കെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം നോബൽ കമ്മിറ്റിയുടെ മുമ്പിലേക്ക് ആദ്യം വരേണ്ടതാണ്. പക്ഷേ അതൊന്നും നൊബേൽ കമ്മിറ്റിയുടെ മുമ്പിലേക്ക് വന്നിട്ടേയില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിരുന്നു ട്രംപ് എന്ന് തോന്നും ഒരു പരിധി വരെ. അത് നമ്മളത് ആലോചിക്കേണ്ടതാണ്. കാര്യം ട്രംപിന് മുമ്പ് ഇതുപോലെ അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ല. ഇവർക്ക് 2 കിട്ടിയ അവാർഡും ശ്രദ്ധിച്ചാൽ വേണ്ടും. അത് കമ്മ്യൂണിസം ലോകത്ത് അപ്രമാദിത്വം വഹിക്കുന്ന കാലത്ത്, കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യം എന്ന് വിളിക്കാം, അങ്ങനെ തന്നെ വിളിക്കാം. കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാഷ്ട്രം അപ്രമാദിത്വം വഹിക്കുന്ന കാലത്ത് അതിനെ വന്ന് വിമതരാണ് വാക്ലാവ് ഹാവലും നോബൽ സമ്മാനം ഷുക്രാവും. ഈ 2 പേര് ഇപ്പോൾ അവർ ആ നിലയ്ക്ക് അപ്രസക്തരാണ്. വാക്കലാവ് അവർ വലിയൊരു ആളായിരുന്നു, സംശയമില്ല. വലിയൊരു പുതിയ രാഷ്ട്രീയത്തിന് വേണ്ടി ഇപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ ചെറുതിൽപ്പിന് പുതിയ രാഷ്ട്രീയം നിലനിന്നുണ്ട്. പക്ഷേ ഇവരുടെ പേരിൽ അവാർഡ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ അവാർഡ് ഇപ്പോഴും കൊടുക്കുന്നത് ഈ സോഷ്യലിസ്റ്റ് വിരുദ്ധമായിട്ട് ഇങ്ങനെ സ്ഥലങ്ങളിൽ എവിടെയൊക്കെ സോഷ്യലിസ്റ്റ് ഉണ്ടോ, എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അതുപോലെ സ്വഭാവമുള്ള അവിടെയൊക്കെ അതിനെതിരെ പ്രവർത്തിക്കുന്ന വിമതർക്കോ അല്ലെങ്കിൽ ജനാധിപത്യവാദികളോ അങ്ങനെയുള്ള തീർച്ചയായിട്ടും അധികാരത്തിലുണ്ടെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതാണ്. അവിടെയാണ് ഈ അവാർഡ്. ആ അവാർഡാണ് അവർക്ക് കിട്ടിയിട്ട് തൊട്ട് മുമ്പ് ഷുക്രാവ് അവാർഡും അതുപോലെ തന്നെ വാക്കലവാലിൻ്റെ പേരിൽ അവാർഡാണ് മുമ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം പ്രദാനം ചെയ്യുന്നവർ അവരെന്ത് പ്രദാനം ചെയ്യുന്ന പടിഞ്ഞാറിലെ ബുദ്ധിജീവികൾക്ക് വളരെ വ്യക്തമാണ്. അതായത് നോർവീജിയൻ അക്കാഡമിക്ക് അറിയാം ഇവരുടെ രാഷ്ട്രീയം എന്താണ്. നോർവീജിയൻ അക്കാഡമിയുടെ ആ പഴയ പരമ്പരാഗതമായിട്ടുള്ള ഒരു ലിബറൽ രാഷ്ട്രീയമുണ്ട്. അത് സോഷ്യലിസ്റ്റ് വിരുദ്ധമാണ്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്, പടിഞ്ഞാറിൻ്റെ ആഘോഷിക്കപ്പെട്ട ലിബറലിസം. ആ പടിഞ്ഞാറിൻ്റെ ആഘോഷിക്കപ്പെട്ട ലിബറലിസമാണ് നമ്മളത് അതിൻ്റെ മുഖം മൂടിയാണ് പിച്ച് ചീന്തപ്പെട്ടത്. ട്രംപ് അത് പിച്ച് ചീന്തിയുണ്ട്. ട്രംപ് ആണ് വ്യക്തമായി പറയുന്നുണ്ട്. UN ട്രംപ് പരിഹസിക്കുമ്പോൾ അത് പറയുന്നുണ്ട്. കാരണം എനിക്ക് ലിബറൽ മുഖംമൂടിയില്ല, ഇതായിരുന്നു അമേരിക്ക, ഇത് തന്നെയാണ് അമേരിക്ക, ലിബറൽ മുഖംമൂടിയുടെ ആവശ്യമില്ല, ഞങ്ങൾ സാമ്രാജ്യത്വമാണ്, നമ്മുടെ സാമ്രാജ്യ ഇംഗിതങ്ങൾ ലോകരാഷ്ട്രങ്ങൾ നടപ്പാക്കും, അതിന് ലിബറലായിട്ട് മുഖംമൂടിയുടെ ആവശ്യമൊന്നുമില്ല. ഈ ലിബറൽ മുഖംമൂടി ഹ്യൂമാനിറ്റേറിയൻ എന്നൊക്കെ ഇവരെ എപ്പോഴും അഗ്രഷനെ ഹ്യൂമാനിറ്റേറിയൻ എന്ന് വിളിക്കുക. മാനവികമായിട്ടുള്ള ജനാധിപത്യം നടപ്പാക്കാൻ, ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ, ജനാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇവർ ലോകരാഷ്ട്രങ്ങൾ അധിനിവേശം നടത്തുക. അതിൻ്റെ ആവശ്യമില്ലെന്നും ഇത് അധിനിവേശമാണെന്നും അമേരിക്കയുടെ താല്പര്യം അധിനിവേശം മാത്രമാണ് ട്രംപ് തുറന്നു പറയുന്നുണ്ട്. ആ തുറന്നു പറച്ചിൽ അവാർഡ് അർഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. മെഷോഡോ പഴയ തലമുറയാണ്. അവർ ആ കപടമായിട്ടുള്ള വ്യാജം നിറഞ്ഞ മുഖംമൂടി വെച്ചുകൊണ്ടാണ് അവരുടെ ഈ സാമ്രാജ്യത്വം അല്ലെങ്കിൽ മുതലാളിത്ത അനുകൂല രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് അവരെ ആ കാഴ്ചപ്പാട് ഇപ്പോഴും പിന്തുടരുന്ന നോർവീജിയൻ അക്കാഡമി അവർ ആദരിക്കുന്നു. ട്രംപിനെ ആദരിക്കാതെ ട്രംപിന് ആ മുഖംമൂടിയില്ല. ഞാൻ പറയുമ്പോൾ ട്രംപ് ഭയങ്കര ആദർശിക്കുന്ന നേതാവെന്നല്ല പറഞ്ഞു. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് ഈ മുഖംമൂടിയില്ല എന്നുള്ളതാണ് വ്യക്തം. കാര്യം നേരെ ചൊവ്വേ എന്താണോ അമേരിക്കയുടെ രാഷ്ട്രീയം, അമേരിക്കയുടെ സാമ്രാജ്യം, അത് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ എല്ലാ കാലത്തും ഈ കോർപ്പറേറ്റ് അനുകൂല നിലപാട് അമേരിക്ക ഉണ്ടായിരുന്നു. ഇന്ന് പ്രകടമായി എന്തുണ്ടായി? ഗവൺമെൻറ് ജീവനക്കാരെ പിരിച്ചുവിടാൻ തുടങ്ങി. ആ നിലയിൽ തന്നെ അത് അവിടെയും നടപ്പാക്കുന്നുണ്ട് ട്രംപ്. മറിച്ച് എന്താ വെച്ചാൽ ഈ അധിനിവേശത്തിന് കൊള്ള ചെയ്തുകൊണ്ടിരുന്ന കാശ് ഉണ്ടാകുന്ന ഈ സർപ്ലസാണ് അമേരിക്ക ജനങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. ട്രംപ് അത് ഒഴിവാക്കി. ട്രംപ് അവിടെ ആ നിലപാടെടുക്കുന്നുണ്ട്. കാര്യം
മുതലാളിയും സമ്പന്നനും മാത്രം സൂക്ഷിച്ചാൽ മതി, ബാക്കിയുള്ള നിത്യദാരിദ്ര്യത്തിൽ എന്ന പോട്ടക്കാർ അവർ ജീവിക്കാൻ അർഹതയില്ല എന്ന് വിളിക്കുന്ന ഒരു ഡാർവീനിയൻ സോഷ്യൽ ഡാർവീനിയൻ സിദ്ധാന്തം ട്രംപിനുണ്ട്. ഇത് തന്നെയാണ് ലിബറൽ ഡെമോക്രസി. ഈ ലിബറൽ ജനാധിപത്യത്തിൻ്റെ ഉടായ്പ എന്ന് വിളിക്കുന്നത് ഉള്ളിലുണ്ട്, പക്ഷേ പുറത്ത് കാണിക്കില്ല. പുറത്ത് ഒരു ജനാധിപത്യത്തിൻ്റെ വക്താക്കളാണ്, പുറത്ത് ഭയങ്കരമായിട്ടുള്ള എന്താണ് ഇതെല്ലാം സ്വകാര്യ മൂലകത്തിന് വേണ്ടി നിൽക്കുകയാണ്, വ്യക്തികളുടെ പൗരാവകാശത്തെ മുന്നിൽ കാണിക്കും. പക്ഷേ ആത്യന്തികമായിട്ട് അധിനിവേശം തന്നെയാണ് അവർ നടത്തി. അമേരിക്ക എല്ലാ കാലം ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ ഓരോ നീക്കവും അതാണ്. ഓരോ നീക്കവും അത് അവരുടെ യുദ്ധോപകരണങ്ങൾ വിൽക്കാൻ, അവരുടെ യുദ്ധക്കൊതി തീർക്കാൻ, അവരുടെ അധിനിവേശത്തിന് വേണ്ടി. എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ അധിനിവേശം നടത്തിയുള്ളത് നമ്മൾ ഗൾഫ് വാറിൽ കണ്ടു. ഇറാഖിൻ്റെ കുവൈറ്റ് ആക്രമണ ശേഷം ഇറാഖിനെ ആക്രമിച്ച് നമുക്കറിയാം. ഇറാഖിൽ ഒരു രാജ്യത്തിൽ അധിനിവേശം നടത്തി. നമ്മളതൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ്. ഒരു രാജ്യത്തിൽ അധിനിവേശം നടത്തി അവിടുത്തെ ഭരണാധികാരിയെ വിചാരണ ചെയ്ത് വധശിക്ഷ വിധിച്ചു. നെതന്യാഹു യുദ്ധ കുറ്റവാളിയാണ്. സദാം ഹുസൈൻ ഒരുപാട് ആരോപണങ്ങളുണ്ട്, വിമർശനങ്ങളുണ്ട്. ഏകാധിപത്യ പ്രവണതകളാണ്. ഒരുപാട് കമ്മ്യൂണിസ്റ്റ്, അവിടെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഇടതുപക്ഷത്തെ കുറുതുകൾ അമർത്തി എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലെ അധിനിവേശം, ഇതുപോലെ വംശഹത്യ സദ്ദാം ഹുസൈൻ നടത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു വംശഹത്യ നടത്തിയ ഒരാളാണ് അമേരിക്കയുടെ മുമ്പിൽ ഒരു മാന്യനായിട്ട് നെതന്യാഹു നടക്കുന്നത്. ശരിക്കും എന്തുകൊണ്ടും ന്യൂറംബർഗ് വിചാരണയ്ക്ക് അർഹനാണ് നെതന്യാഹു. എങ്ങനെയാണോ ഹിറ്റ്ലറിൻ്റെ ഭരണകൂടം ന്യൂറംബർഗ് വിചാരണയ്ക്ക് അർഹനായത്, അതിന് സമാനമായ ന്യൂറംബർഗ് പോലെ എവിടെയും വിചാരണ ചെയ്യപ്പെടേണ്ട ഒരാളാണ് നെതന്യാഹു. നമ്മുടെ കൺമുമ്പിൽ നടന്ന കാര്യമാണ് ഈ വംശഹത്യ, കൺമുമ്പിൽ, കുഞ്ഞുങ്ങളുൾപ്പെടെ. അപ്പോൾ അതാണ് ആ രാഷ്ട്രീയത്തിന് വേറെ തരത്തിൽ ഒരു അംഗീകാരം കൊടുക്കുകയാണ്. മെഷാഡോ അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയമാണ്, കൃത്യമായിട്ട് പിന്തുണച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ എനിക്ക് തോന്നുന്നു അവരുടെ അലയൻസ് ഉണ്ട്, ഒരു യൂറോപ്പിൽ ഈ വലതുപക്ഷ പാർട്ടിയുടെ അലയൻസ് ഉണ്ട്. അവർ യൂറോപ്പിലൂടെ ചേർന്ന് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഗവൺമെൻറ്റിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുത്തിട്ടുണ്ട് അവരുടെ പാർട്ടി, അവർ തന്നെ പങ്കെടുത്തെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്ന പടിഞ്ഞാറ് ഇപ്പോഴും ആ വ്യാജമായിട്ട് ലിബറൽ ഉടായ്പ എന്ന് വിളിക്കുക, അങ്ങനെ തന്നെ പറയണം. ആ ലിബറൽ ഉടായ്പിൻ്റെ പ്രതിനിധാനം നിൽക്കുന്നൊരു പടിഞ്ഞാറുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും അവരുടെ മനസ്സിൽ. ഇത് പറയുമ്പോഴേ ഞാൻ സാധാരണഗതിക്ക് നൊബേൽ പീസ് പ്രൈസ് മുൻകാലങ്ങളിൽ ചില സമാധാന സമ്മാനങ്ങളെങ്കിലും ചില പൊളിറ്റിക്കൽ ഫോഴ്സസിനെ ത്രൈവ് ചെയ്യിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്, ചില മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഡെഫിനറ്റ്ലി അതൊരു ഉദ്ദേശമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ വെനിസ്വേലയുടെ രാഷ്ട്രീയത്തെ മാറ്റുക എന്നൊരു ഉദ്ദേശം ഇതിലുണ്ട് എന്നുള്ളത് സ്പെസിഫിക്കാണ്. അതിനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? പ്രത്യേകിച്ച് മദുറോ എന്ന് പറയുന്നത് നേരത്തെ ദാമോദർ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഷാവേസിൻ്റെ ഒരു പിന്തുടർച്ച അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഒരു ഏകാധിപത്യ പ്രവണത വളരെ ശക്തമായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു നേതാവാണ്. അങ്ങനത്തെ ഒരു ഭരണകൂടമാണ് അവിടെ ഉള്ളത്. അപ്പോൾ വെനിസ്വേലൻ രാഷ്ട്രീയം മാറാനുള്ളൊരു ഇന്ധനമായിട്ട് ഈ പീസ് പ്രൈസ് മാറും. ഒരുപക്ഷെ അവിടെ വിമതരാഷ്ട്രീയത്തിൽ പ്രോത്സാഹിപ്പിക്കാതിരിക്കാം, അതിൻ്റെ അകത്ത് പിന്തുണ കിട്ടുകയും അവിടുത്തെ ജനങ്ങളുടെ സ്വീകാര്യതയൊക്കെ ലഭിക്കാതിരിക്കാം. പക്ഷേ വെനിസ്വേലയ്ക്ക് മധുരവിന് വേറെ തരത്തിൽ പിന്തുണയുണ്ട് ഇപ്പോഴും. ഷാവേസ് രാഷ്ട്രീയം മാത്രമല്ല, അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം വെനിസ്വേലയ്ക്ക് ഇസ്രായേൽ വിരുദ്ധ നിലപാടുള്ള രാജ്യമാണ് വെനിസ്വേല. വളരെ പ്രകടമായ നിലപാടെടുത്തിട്ടുള്ളതാണ്. കാര്യം സയനിസ്റ്റ് അതിക്രമത്തിൻ്റെ നിലപാടുള്ളതാണ് വെനിസ്വേലയ്ക്ക്. പക്ഷേ ലാറ്റിൻ അമേരിക്ക പൊതുവെ വെനിസ്വേല പിടിക്കുക എന്നുള്ളത് ലാറ്റിൻ അമേരിക്ക പിടിക്കാൻ തുല്യമാണ്. കാര്യം ലാറ്റിൻ അമേരിക്കയിലെ പല രാജ്യങ്ങളും വളരെ മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രവണത അമേരിക്കൻ വിരുദ്ധമാണ്, അമേരിക്കൻ സാമ്രാജ്യത്വ വിരുദ്ധമാണ്. അവിടുത്തെ ലാറ്റിൻ അമേരിക്കയിലെ എല്ലാ വിപ്ലവ പ്രസ്ഥാനങ്ങളും അത് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളായി ചേരും, ഗറില്ല പ്രസ്ഥാനം എല്ലാം അടിസ്ഥാനമായിട്ട് സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങളായിരുന്നു. അവരെ ആരംഭം സാമ്രാജ്യത്വ വിരുദ്ധമാണ്. അമേരിക്കൻ സാമ്രാജ്യത്തിന് പോരാടിയാണ് അവിടെ വിപ്ലവ പ്രസ്ഥാനം ഉയർന്നു വന്നിട്ടുള്ളത്. എല്ലാവരും കൊളംബിയയിലാണ്, ചില്ലിയിലാണെങ്കിലും, അത് ക്യൂബയിലാണെങ്കിലും, ബ്രസീലിലാണെങ്കിലും, എല്ലാ ലാറ്റിൻ അമേരിക്ക സാമ്രാജ്യത്വ വിരുദ്ധ അമേരിക്ക അത് വീണ്ടും ഉയർന്നു വരുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. കാര്യം അതാണ് നമ്മൾ ലുലയിലൂടെയും കാണുന്ന കൊളംബിയൻ പ്രസിഡന്റ് ഐക്യരാഷ്ട്രസഭയിൽ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ച് നമ്മൾ കണ്ടതാണ് ബ്രസീലിലെ അവർ ആലിംഗനം ചെയ്തത്. അപ്പോൾ ലാറ്റിൻ അമേരിക്ക ഈ രാഷ്ട്രീയം വീണ്ടും ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. ആ ഇടതുപക്ഷ രാഷ്ട്രീയം സ്വാധീനം ചെലുത്തുക എന്ന് പറയുന്ന അമേരിക്കൻ സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടൊരു പുതിയ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയമാണ്. അത് പഴയ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം വ്യത്യാസം കൊണ്ട് ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട് ബഹുകക്ഷി സമ്പ്രദായമൊക്കെ ഉൾക്കൊള്ളുന്നൊരു പുതിയ രാഷ്ട്രീയമാണത്. അത് ലോകത്ത് സ്വാധീനം ചെലുത്തിയാൽ അതിൻ്റെ വലിയൊരു ലാറ്റിൻ അമേരിക്കത്തോളം സ്വാധീനം ലോകമെമ്പാടും വ്യാപിക്കും. ഇതിനെക്കുറിച്ച് ഏറ്റവും ഭയം പടിഞ്ഞാറ് തന്നെയാണ്. കാര്യം പടിഞ്ഞാറിൽ നമ്മൾ കാണുന്ന കാര്യം വലതുപക്ഷം അവിടെ എല്ലാ ഭരണാധികാരികളും വലതുപക്ഷം പിടിച്ചിരിക്കുകയാണ്. ഈ അടുത്ത് ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും വലതുപക്ഷത്തിൻ്റെ ആധിപത്യം നമ്മൾ കാണാൻ പറ്റും. അത് നെതർലാൻഡ്സ് ആയിക്കോട്ടെ, ഇറ്റലി ആയിക്കോട്ടെ, എല്ലായിടത്തും വലതുപക്ഷ നേതൃത്വമാണ് അധികാരത്തിരിക്കുന്നത്. ട്രംപിൻ്റെ തന്നെ ചില ഭിന്ന സ്വഭാവമുള്ള ആൾക്കാർ, ഇവരൊക്കെ നരേന്ദ്രമോദിയിൽ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന നേതാക്കളാണ് നമുക്കറിയാം. നരേന്ദ്രമോദി വളരെ വ്യക്തിപരമായിട്ട് ആദരവ് പുലർത്തുകയും നരേന്ദ്രമോദി രാഷ്ട്രീയം ശരിയാണെന്ന് പറയുന്ന കുടിയേറ്റ വിരുദ്ധമായിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഈ കുടിയേറ്റ വിരുദ്ധത്തിൽ ഇന്ത്യക്കാരും കുടിയേറ്റ വിരുദ്ധ ആക്രമണത്തിന് വിധേയമുണ്ട്. നമ്മളത് ഗവൺമെൻറ് അറിയാത്ത നടിക്കുകയാണ് എപ്പോഴും. ഇന്ത്യൻ ഗവൺമെൻറ് അറിയാത്ത നടിക്കുന്ന കാര്യമാണ്. കാര്യം കുടിയേറ്റ വിരുദ്ധ ആക്രമണത്തിൽ ഇന്ത്യക്കാരും കുടിയേറ്റ വിരുദ്ധ ആക്രമണത്തിന് വിധേയമാകുന്നുണ്ട്, അമേരിക്ക പ്രത്യേകിച്ചിട്ടും. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം ലോകത്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു തരത്തിലുള്ള വേറൊരു ഭാവമുള്ള ഒരാളാണ്
ഈ മെഷാഡോ എന്ന നിലയ്ക്കാണ് അവർ പിന്തുണയ്ക്കുന്നത്. ഇത് പറയുമ്പോൾ അവർ നടത്തുന്ന വ്യക്തിഗത സമരങ്ങൾ നമ്മൾ അധിക്ഷേപിക്കുന്നില്ല. പക്ഷേ ഇവർ പ്രതിനിധാനം ചെയ്ത രാഷ്ട്രീയം നമ്മൾ എന്തുകൊണ്ട് പറഞ്ഞുള്ള കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാഴ്ചപ്പാട് ജനാധിപത്യം എന്ന് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം പൗരാവകാശ പ്രധാനം തന്നെയാണ്. അത് ഏകാധിപത്യ വിരുദ്ധം തന്നെയാണ്. പക്ഷേ അതിന് സോഷ്യലിസ്റ്റ് ഉള്ളടക്കമുണ്ട്, സോഷ്യൽ ജനാധിപത്യം ഉള്ളടക്കമുണ്ട്. അത് അപരവൽക്കരണത്തിനെതിരാണ്, കുടിയേറ്റ ജനതയ്ക്ക് അനുകൂലമാണ്. ഇതാണ് നമ്മുടെ മനുഷ്യാവകാശ ബോധത്തിൽ വരുന്ന പുതിയ കാല ജനാധിപത്യ രാഷ്ട്രീയം. അതിനനുകൂലമാണ് ഇന്ന് അവിടെ ലാറ്റിൻ അമേരിക്ക ഉയർന്നു വരുന്ന പുതിയ ഇടതുപക്ഷ രാഷ്ട്രീയം. അതിനോട് ചേർന്ന് നിൽക്കുന്നത് അതിൽ ആ ഒരു പുതിയ സോഷ്യൽ ഡെമോക്രസി ഉയർന്നു വരുന്നുണ്ട്. അത് കുടിയേറ്റ ജനതയെ ഉൾക്കൊള്ളാനും ആ നിലയ്ക്ക് ജനാധിപത്യത്തിനും ദേശാൽക്കരണം, ഇപ്പോൾ പൊതുസ്വത്തിൽ ദേശാൽക്കരിക്കാൻ തുടങ്ങിയ നിലപാടുള്ള ആൾക്കാരാണ്. ആ വലതുപക്ഷ സാമ്പത്തിക വ്യവസ്ഥയ്ക്കെതിരാണ്. മഷാഡോ പക്ഷേ അവിടുത്തെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇമ്മീഡിയറ്റ് ആയിട്ട് സ്വകാര്യവൽക്കരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അതാണ് ഒരെണ്ണം പോലും നിലനിർത്തരുതെന്നാണ് അവരുടെ പൊളിറ്റിക്കൽ. അപ്പോൾ അവരുടെ അതാണ് ലോകത്ത് ഇന്നത്തെ ആ സാമ്പത്തിക യുദ്ധത്തിൽ, ആ വർഗ്ഗസമരത്തിൽ ട്രംപ് അത് പിച്ചിന്തോടി നടക്കുന്ന വർഗ്ഗസമരം കൃത്യമാണ്. അതിൻ്റെ അകത്ത് ഈ ദേശാൽക്കരിക്കുന്ന പുതിയ രാഷ്ട്രീയം, അത് കുറച്ചു കാലം നവലിബറൽ രാഷ്ട്രീയം തകർക്കപ്പെട്ട ഒരു തിരിക്കുന്നത്. അങ്ങനെ നവലിബറൽ സാമ്പത്തിക വ്യവസ്ഥ തകർക്കപ്പെട്ടു. ട്രംപിന് അതിൻ്റെ അന്ത്യകുദാശം നൽകിയത്. അതിനുശേഷം ഉയർന്നു വരുന്ന പുതിയ രാഷ്ട്രീയം പൊതുമേഖലയ്ക്ക് അനുകൂലമാണ്, പൊതുസ്വത്ത് ദേശസാൽക്കരിക്കണമെന്ന്. അപ്പോൾ അതിനെതിരെ പടിഞ്ഞാറിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന നേതാവാണ്. അതിനുവേണ്ടി നിലകൊള്ളുകയും വെനസ്വേല വലിയ എണ്ണ സ്വത്തുള്ള രാജ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും വലിയ പൊതുമേഖല എണ്ണ കമ്പനിയുള്ള രാജ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരാളെ ആദരിക്കുന്നതിന് വഴി ഇത് തന്നെയാണ് രാഷ്ട്രീയം. അവർ പ്രചരിപ്പിക്കുന്ന ഈ മുതലാളിത്ത അനുകൂലമായിട്ടുള്ള മൂലധന അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയം തന്നെയാണ് പ്രചരിപ്പിക്കുന്നത്. അതൊരു ലിബറൽ വലതുപക്ഷം എക്കാലത്തും അങ്ങനെ തന്നെയാണ്. അവരുടെ പുറംപൂച്ച് വേറൊന്ന്, അവർ ഉള്ളിലിരിപ്പ് വേറൊന്ന്. നൊബേൽ കമ്മിറ്റിയുടെ അവാർഡ് നിർണയ കമ്മിറ്റിയുടെയും ഏതാണ്ട് സ്വഭാവം അങ്ങനെയാണ് എന്ന് ഈ അവാർഡ് നിർണയം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അവാർഡ് നിർണയം സമാധാനത്തിനുള്ള നൊബേൽ എല്ലാ കാലത്തും അതിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആ രാഷ്ട്രീയം ഇപ്പോഴും ഒരു മാറ്റവുമില്ലാതെ തുടരുന്നുണ്ട് എന്ന് മഷാഡോയെ തിരഞ്ഞെടുക്കുമ്പോൾ നൊബേൽ കമ്മിറ്റി പറയാതെ നമ്മളോട് പറയുന്നുണ്ട്. ആ നിർണയത്തിൽ ചില അപകടങ്ങൾ ഉണ്ട് താനും. ആ അപകടങ്ങൾ നമ്മൾ തിരിച്ചറിയുകയും വേണം. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.